ഈ പ്രേതത്തെ ഓട്ടിച്ചിട്ട് പിടിക്കുന്ന ആൾക്കാരെ അല്ല നമ്മൾ പാരാസൈക്കോളജിസ്റ്റ് എന്ന് വിളിക്കുക. പാരാസൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അബ്നോർമൽ ആയിട്ടുള്ള ഫിനോമിനകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആളുകളുടെ എബിലിറ്റികൾ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങൾ അത് ഒരു കൺവെൻഷണൽ സയൻസിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നും പുറത്ത് നിൽക്കുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ പാരാസൈക്കോളജിസ്റ്റുകൾ എന്ന് വിളിക്കുക. ഇത് പൊതുവിലുള്ളൊരു ധാരണയാണ്. കാരണം ഇപ്പോൾ യൂട്യൂബൊക്കെ നോക്കിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ചില വെബ് സീരീസ് ഒക്കെ കണ്ടു കഴിഞ്ഞാലും കുട്ടികളുടെ മനസ്സിൽ എങ്ങനെയോ ഒരു ധാരണ വരുന്നുണ്ട്, പ്രേതത്തെ പിടിക്കാൻ പോണ ആൾക്കാരാണ് ഈ പാരാസൈക്കോളജിസ്റ്റുകൾ. അങ്ങനെ നിങ്ങൾ വിചാരിച്ച് കളയരുത്. അതുപോലെ തന്നെ BSc ലെവലിൽ നമുക്ക് പാരാസൈക്കോളജി എന്ന് പറഞ്ഞിട്ടൊരു വിഷയം എടുത്ത് പഠിക്കാനും പറ്റില്ല. നമ്മൾ സൈക്കോളജിയെക്കുറിച്ച് അഗാധമായി മനസ്സിലാക്കി അതിൽ പാരാസൈക്കോളജിയിൽ ഒരു ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ റിസർച്ചിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ഫീൽഡിലേക്ക് എത്തിപ്പെടുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓർമ്മ വേണം. ഇത് കേൾക്കാൻ ഇൻട്രസ്റ്റിംഗ് ആണ്, പക്ഷേ എത്തിച്ചേരാനായി ഒത്തിരി ദൂരം നമ്മൾ താണ്ടേണ്ടി വരും. കീപ് ഗോയിങ്. ഹാപ്പി ലേണിംഗ്.